പാതിവില തട്ടിപ്പ് കേസിൽ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന്റെ മൊഴിയെടുത്ത ക്രൈംബ്രാഞ്ച്. അനന്തകൃഷ്ണനിൽ നിന്ന് 46 ലക്ഷം രൂപ കൈപ്പറ്റിയതിന്റെ രേഖകളെക്കുറിച്ചാണ് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിനോട് പോലീസ് ചോദിച്ചത്. ഡീൻ കുര്യാക്കോസ് എംപിയുടെയും അതുപോലെ CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെയും BJP നേതാവ് AN രാധാകൃഷ്ണന്റെയും മൊഴിയെടുക്കുമെന്ന് അറിയുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, തിരുവന്താംകുന്ന് നടയിലൊക്കെ നമ്മൾ പോയി, ഇപ്പോൾ അങ്ങാടിപ്പുറത്തുകൂടി പെരിന്തൽമണ്ണയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു വശത്തുകൂടി അന്വേഷണം ശക്തമാക്കി മുന്നോട്ട് പോവുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാണ് കോൺഗ്രസ് നേതാവും അഭിഭാഷകയുമായ ലാലി വിൻസെന്റ്. ആ കേസുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാട് കേന്ദ്രീകരിച്ചാണ് ലാലി വിൻസെന്റിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. 46 ലക്ഷം രൂപ അനന്തകൃഷ്ണനിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് ലാലി വിൻസെന്റ് നേരത്തെ തന്നെ മാധ്യമങ്ങളോടൊപ്പം പറഞ്ഞിരുന്നു. എന്നാൽ ഇത് വക്കീൽ ഫീസ് ഇനത്തിൽ കൈപ്പറ്റി എന്നുള്ളതായിരുന്നു അവർ ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുള്ള മൊഴി. പക്ഷേ ഈ മൊഴി ഇതുവരെ ക്രൈംബ്രാഞ്ച് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ആസൂത്രണത്തിൽ ലാലി വിൻസെന്റിന് പങ്കുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ലാലി വിൻസെന്റിനെ മൂന്ന് തവണയോളം ചോദ്യം ചെയ്തിട്ടുണ്ട്. കൂടുതൽ തവണ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കേസ് ഉണ്ടായ സമയത്ത് പുറത്തു വന്നതായിരുന്നു അനന്തകൃഷ്ണൻ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്നുള്ളത്. ബാങ്ക് മുഖാന്തരമാണ് പണം നൽകിയത്. പക്ഷേ ഇത്രയും വലിയൊരു തട്ടിപ്പുകാരന്റെ പക്കൽ നിന്ന് പണം വാങ്ങിയ പശ്ചാത്തലത്തിൽ ഈ കേസിന്റെ ഈ പണമെല്ലാം തട്ടിപ്പ് പണമാണെന്ന് ഇതിനോടകം തന്നെ ക്രൈംബ്രാഞ്ചിന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പണം വാങ്ങിയ നേതാക്കളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്, ഇടുക്കി CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, അതോടൊപ്പം അനന്തകൃഷ്ണന്റെ ഈ സൊസൈറ്റിയിലേക്ക് പണം നൽകിയ 42 കോടിയോളം കൈമാറിയ AN രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളുടെ മൊഴി രേഖപ്പെടുത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അത് അടുത്ത ഘട്ടത്തിലായിരിക്കും അവരുടെ മൊഴി രേഖപ്പെടുത്തുക. നിലവിൽ നിക്ഷേപകരുടെയും അതോടൊപ്പം തന്നെ ഈ അനന്തകൃഷ്ണന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇരുവരെയും, അതായത് ഈ രാഷ്ട്രീയ നേതാക്കളെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തേണ്ട സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് അവർ അത്തരത്തിൽ അവരുടെ സൗകര്യം കൂടി പരിഗണിച്ചായിരിക്കും മൊഴി രേഖപ്പെടുത്തുക. ഏത് പശ്ചാത്തലത്തിലാണ് പണം വാങ്ങിയെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ബാങ്ക് മുഖാന്തരമാണ് പണം നൽകിയത്. അതുകൊണ്ട് അക്കൗണ്ടബിലിറ്റി ഉള്ള പൈസയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവരെ പ്രതികരിക്കുന്ന നടപടിയിലേക്കൊന്നും അന്വേഷണ സംഘം കടക്കില്ല. ഒരു സ്വാഭാവിക നടപടി എന്ന രീതിയിലാണ് മൊഴി രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. SK